ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വെജിറ്റേറിയൻ ഫുഡായിട്ടാണ്. എന്നോട് ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് വെജിറ്റേറിയൻ ഒക്കെ ഒന്ന് ചെയ്യണം. ഞാൻ ഇപ്പോഴും ഇങ്ങനെ സ്നാക്സ് ഒക്കെ ആയിട്ടാണ് നടക്കാറ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിങ്ങളിൽ അധികവും അല്ലെങ്കിൽ നിങ്ങളിൽ ആരും തന്നെ കഴിക്കാത്ത ഒരു വെണ്ടക്ക 65 ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അല്പം വെണ്ടയ്ക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വന്നിട്ടുള്ള വെണ്ടയ്ക്കാണ് കേട്ടോ. ഇതിനകത്ത് ഒട്ടും തന്നെ ജലാംശം പാടില്ല. അപ്പോൾ ഞാൻ നന്നായി തുടച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ മുറിക്കാൻ പോകുന്ന സൈസ് എന്നുള്ളത് ഞാൻ കാണിക്കാം. അപ്പോൾ അതിന് മുൻപ് ഇതിൻ്റെ ഒരു തലയും വാലൊക്കെ ഒന്ന് മുറിച്ച് കളയുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലും അരിഞ്ഞെടുക്കാം, നീളത്തിൽ വേണമെങ്കിൽ അരിഞ്ഞെടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിന്നത് കാണുമ്പോൾ ഒരു ചിക്കനൊക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടി ആ ഒരു രീതിയിൽ കാണാൻ ഭംഗിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെറിയതായിട്ടാണ് മുറിക്കാറ്. ഒത്തിരി കനം കുറയ്ക്കരുത്. ഞാൻ കുറച്ച് ക്ലോസപ്പ് ആയിട്ട് കാണിക്കാൻ, കണ്ടോ? ഈ ഒരു രീതിക്ക് വേണം അത് മുറിക്കാൻ. അപ്പം ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാ വെണ്ടയ്ക്കും ഇതുപോലെയൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് ഈ സൈസിലാക്കി എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർക്കണം. അപ്പോൾ അതിന് മുൻപ് ഇതിനകത്ത് ഒന്നും കൂടെ വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ, ഒരു കിച്ചൺ ടൗൽ വെച്ചിട്ട് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുത്തുന്നാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് അല്പം പൊടികളാണ്. അപ്പോൾ ആദ്യം ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി, പിന്നെ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ചേർത്താലാണ് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുക. അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി, അതൊന്ന് ചതച്ചിട്ടാണ് ചേർക്കുന്നത്. പേസ്റ്റ് ആയിട്ട് ചേർക്കണ്ട, ചതച്ച് ചേർക്കുക. അപ്പോൾ ഒരു 3 അല്ലി വെളുത്തുള്ളിയുടെ തൊലിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും. ഇത് 3ഉം കൂടെ നമുക്ക് നന്നായി ചതച്ചെടുത്തിട്ട് ഈ ഒരു കണക്കിന് ഏകദേശം 1 ടേബിൾ സ്പൂൺ വരും. അത് ഞാൻ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് കശ്മീരി ചില്ലി പൗഡറാണ്. എങ്കിലാണ് നിറം കിട്ടുക, എന്നാൽ വലിയ എരിവും കാണത്തില്ല. അപ്പം ഞാനിവിടെ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം പൊടിച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് ചതയ്ക്കുന്നുണ്ട്, പൊടിക്കല്ല ചെയ്യുന്നത്, ചതച്ച് ചേർക്കുന്നതാണ് ഇതിനൊരു പ്രത്യേക സ്വാദ് കൊടുക്കുന്നത്. അപ്പോൾ അതും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ ഇതിനകത്ത് ഉപ്പൊന്നും ചേർത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ചേർക്കാൻ മറന്നതല്ല, അത് പിന്നീട് ചേർക്കാം. അപ്പോൾ അതിന് മുൻപ് അല്പം നാരങ്ങനീര് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിക്കുക. അതിനൊരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനിയാണ് ഞാനിപ്പോൾ ഇവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നമുക്ക് ആവശ്യത്തിനുള്ളത് ചേർത്ത് നമുക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ടാവും. പിന്നെ ചേർക്കുന്നത് മുട്ടയാണ്. മുട്ട ഇപ്പം വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരുകൾ, അത് മുട്ട കഴിക്കാത്ത ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ ഒരു മുട്ടയും കൂടെ ചേർക്കുമ്പോഴാണ് നല്ലൊരു ബൈൻഡിങ് ഒക്കെ ആയിട്ട് വരത്തുള്ളൂ. നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഈ വെണ്ടയ്ക്കയിൽ മസാല പിടിക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഒരു മുട്ടയും കൂടെ ചേർക്കുമ്പോൾ മസാലയൊക്കെ അതിൻ്റെ ഒരു കോട്ടിംഗ് ഒക്കെ നന്നായിട്ട് വരുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് എപ്പോഴും മുട്ട ചേർക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് മുട്ട ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അതിന് പകരം തൈരാണെങ്കിലും ചേർക്കുക. ഞാനിവിടെ തൈര് അല്ലാതെ തന്നെ ചേർക്കുന്നുണ്ട്. എങ്കിൽ പോലും മുട്ട ചേർക്കാത്തവർക്ക് അല്ലെങ്കിൽ മുട്ട ഒഴിക്കാത്തവർക്ക് ഇതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടൊന്ന് കുഴച്ചെടുത്തുന്നത് നല്ലതാട്ടോ. പിന്നെ പൊടി നിങ്ങൾക്ക് ഇനി കുറച്ചും കൂടെ നന്നായിട്ട് കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ഇച്ചിരി അരിപ്പൊടിയൊക്കെ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു കണക്കിന് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണാണ് തൈര് ചേർക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും ഈ ഒരു മസാലയ്ക്ക് ഒരു പ്രത്യേക സ്വാദ് കൊടുക്കുന്ന ഒന്നാണ്. അപ്പം ഞാൻ അതും കൂടെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ മസാല ഒക്കെ റെഡി ആയിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക റെഡിയാണ്. ഇതൊരു 10 മിനിറ്റ് എങ്കിലും നമുക്കൊന്ന് മാറ്റി വെക്കണം കേട്ടോ. എത്രത്തോളം മാരിനേഷൻ നമ്മൾ ചെയ്ത് മാറ്റി വെക്കുന്നോ അത്രത്തോളം സ്വാദ് കൂടും. അപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിന് വേണ്ടുന്ന എണ്ണയൊക്കെ ഞാനൊന്ന് ചൂടാക്കാണ്. അപ്പോൾ അതിനായിട്ടൊരു ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചട്ടി. അപ്പോൾ ഇതിലത്തെ എണ്ണ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് അല്പം കറിവേപ്പിലയും അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുഴുവൻ
മുഴുവൻ കുരുമുളകാണ്. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ആ ഒരു എണ്ണയിലൊക്കെ ഒരു പ്രത്യേക സ്മെല്ല് വരും. അത് ആ ഒരു സ്മെല്ലും അതൊക്കെ നമ്മുടെ ഈ ഒരു വെണ്ടക്ക 65ന് ടേസ്റ്റ് കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇതാ കുറേശ്ശെ എല്ലാം ഒന്നൊന്നായിട്ട് നമ്മളൊന്ന് എന്താ പറയുക സെപ്പറേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണ്. എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ ഈ പാത്രത്തിന് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് നമ്മളതിങ്ങനെ മാറ്റാൻ നിൽക്കണം. അതായത് കൂട്ടിയിരിക്കുന്നത് മുഴുവൻ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അതിനേക്കാളും നല്ലത് ഇതുപോലെ ഓരോന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാണ് ഞാനതൊന്ന് വറുത്ത് കോരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒത്തിരി നിറം മാറൊന്നും വേണ്ട, നിറം മാറൊന്നുമില്ല, നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് തന്നെ കാണാൻ പറ്റും. ഇത് ഇച്ചിരി കൂടെ ഒന്ന് നല്ല കട്ടിയായിട്ടൊക്കെ വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ ഒരു വെണ്ടക്ക 65 ഇവിടെ റെഡിയാണ്. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിക്കൊക്കെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല കറുമുറുവാണ്. ഇതൊരു സ്നാക്കായിട്ട് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ സൈഡിലൊക്കെ നമുക്കൊരു ഫ്രൈ ആയിട്ട് കഴിക്കാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, നമുക്ക് ഒരു നല്ലൊരു സ്റ്റാർട്ടറും കൂടിയാണിത്. എനിക്ക് തോന്നുന്നു അധികം ആരും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത ഒരു വെണ്ടക്ക 65 ആണ്. നമ്മൾ വെണ്ടയ്ക്ക വറുക്കാറൊക്കെ ഉണ്ട്, അല്ലാത്ത രീതിയിലൊക്കെ വറുക്കാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനും ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ രുചിയുള്ള ഒരു വെണ്ടക്ക 65 ആണിത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് വറുത്ത് എടുക്കണം. അങ്ങനെ ഞാൻ വറുത്ത് എല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ. ഞാൻ പക്ഷേ ഒരു കൊച്ചു സൂത്രം കൂടെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. പക്ഷേ ഇങ്ങനെ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് ഒത്തിരി എരിവൊന്നും ഇല്ലാതെ നമുക്ക് കൊടുക്കാനും പറ്റും. നല്ല ക്രിസ്പിയാണ്. ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ചിക്കനൊക്കെ വറുത്ത് വെച്ചിരിക്കുന്നത് പോലെയൊക്കെ തോന്നും. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. പക്ഷേ ചിക്കൻ്റെ ആ ഒരു മസാലയുടെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. പക്ഷേ വെജിറ്റേറിയൻകാർക്ക് ഇങ്ങനെ നോക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വെണ്ടയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കാം, മുട്ട ചേർക്കണ്ടെന്ന് മാത്രം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊച്ചു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വയ്ക്കുക. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ഞാൻ അല്പം നമ്മൾ നേരത്തെ വറുത്തിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് നമ്മൾ വറുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 1-2 ടീസ്പൂണോ അല്ലെങ്കിൽ 3 ടീസ്പൂണോ എണ്ണ നിങ്ങൾക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ചിട്ട് എണ്ണ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. അത്രയും എണ്ണ ചേർക്കുക. ഇനി നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലില്ല, അത് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉണങ്ങിയിട്ടുള്ള കറിവേപ്പിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ആരും ഇനി കമൻറ്റ് ചെയ്ത് ചോദിക്കരുത് എന്തുകൊണ്ടാണ് കറിവേപ്പില ഇങ്ങനെ ഇരിക്കുന്നത് എന്നുള്ളത്. ഇത് ശരിക്കുള്ള കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയായിരുന്നു. പക്ഷെ അത് ഫ്രിഡ്ജിനകത്ത് വെച്ച് ഇങ്ങനെ പൊന്നുപോലെ സൂക്ഷിച്ച് വരുമ്പം ലാസ്റ്റ് ഈ ഒരു സ്റ്റേജ് ആവും. അപ്പോൾ ഇനി ഞാൻ ചേർക്കുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയാണ്. അത് ഞാൻ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചെറുതായിട്ട് അരിഞ്ഞേ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 വറ്റൽമുളക് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് വറ്റൽമുളക് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാം. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന, ഞാനത് എടുത്ത വീഡിയോ അങ്ങ് മിസ്സായിപ്പോയി. പക്ഷെ നമ്മളത് വേറെ ഒന്നും ചേർക്കുന്നില്ല. ആ ഒരു വറ്റൽമുളകൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. 1 മിനിറ്റോളം ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി കൂടെ ഒരു ചൈനീസ് ടേസ്റ്റ് ഒക്കെ വരാനായിട്ട് നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയൊക്കെ മൂപ്പിച്ച ശേഷം നമ്മൾ ഈ ഒരു വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. ആ ഒരു കൂട്ടത്തിലോട്ട് ഒരു 1/2 ടീസ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും അല്ലെങ്കിൽ ടൊമാറ്റോ സോസും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഒരു ചൈനീസ് രുചിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് നാടനാണോ ചൈനീസ് ആണോ എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കിഡിലൻ വെണ്ടയ്ക്ക 65 റെഡിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, വെണ്ടയ്ക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോകുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് വെണ്ടയ്ക്ക എന്നുള്ളത്. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുത്തുന്ന അവർ വീണ്ടും ചോദിച്ച് കഴിക്കും. അവർക്കത് സ്നാക്കായിട്ടൊക്കെ അവർ ടൊമാറ്റോ സോസിനകത്തൊക്കെ നമുക്ക് മുക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.